എല്ലാവരും ഡൗട്ട് ഉണ്ടാവും, ഞാൻ സീക്രട്ട് ഏജന്റ് ആണോ അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണോ? നമുക്കൊരു ഡൗട്ടും ഇല്ല, നിങ്ങൾ സീക്രട്ട് ഏജന്റ് അല്ല, കണ്ണൻ സായി, അത്രേ ഉള്ളൂ. ഏജന്റ് ആണോ എന്നുള്ളത് നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു വേറെ ഒരു ഏജന്റും ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു കണ്ണൻ സ്രാങ്ക്, കണ്ണൻ സായി, അത്രേ ഉള്ളൂ കേട്ടോ. പറ. പേര് തന്നിട്ടുണ്ടായിരുന്നു, ജാഫർ ജാസ്മിന്റെ ഉപ്പോടുണ്ട്. ഓ, ഫൈനലി രണ്ടുപേരും കൂടെ ഒന്നിച്ചു കേട്ടോ. ആദ്യം ജാഫർ ഖാൻ്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇതാ ഇപ്പോഴാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്നത് ഫ്രെയിമിൽ. എന്താ പറയുന്നത് നോക്കാലോ. ഇനിയിപ്പോ സംശയമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ ജാഫർ ജാഫർ അല്ലേലും നമുക്ക് സംശയമൊന്നും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിച്ചത്. നമുക്കല്ലെങ്കിലും ഡൗട്ട് സംശയമൊന്നുമില്ല, നിങ്ങൾ ശരിക്കും ഒത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ നമുക്കറിയായിരുന്നുള്ളൂ. പറഞ്ഞോ. അല്ല, ജാഫർ ഏജന്റ് സിജോ ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല ആൾക്കാരുണ്ട്, വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലതാണേലേ വിമർശിക്കാം. അയ്യോ, പണിയായല്ലോ. ഇനി മുതൽ വിമർശിക്കണമെങ്കിലേ കുടുംബം നല്ലതാണോ എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. അല്ല, ഈ സായി ചേട്ടൻ എല്ലാവരും വിമർശിക്കുന്നത് കുടുംബത്തിലെല്ലാവരും നല്ലവരായതുകൊണ്ടാണോ? അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് സായി ചേട്ടൻ. അപ്പോൾ എന്നിട്ട് പുള്ളി എല്ലാവരും വന്ന് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടോ? ഇനിയിപ്പം വിമർശിക്കുന്ന പണിയാണല്ലോ. എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നാണ് ജാഫർക്ക പറയുന്നത്. ഭയങ്കര പണിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ പണി തീരും. കാരണം വീട്ടുകാരെല്ലാവരും ഓക്കെ ആണോ, അല്ലെങ്കിൽ വീട്ടുകാരൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യല്? അതാണ് പ്രശ്നം. പരിപാടി ചെയ്ത് പറയുന്നുണ്ട്. സായിയേട്ടൻ ഭയങ്കര കലിപ്പിലാണ്, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫിനാലെ കഴിയുമ്പോഴത്തേനും എന്തെല്ലോ വെടിപൊട്ടിക്കാനുള്ള പരിപാടികളാണ് നമ്മുടെ സായിയും ജാഫർക്കയും പ്ലാൻ ചെയ്യുന്നത്. എന്തായിരിക്കും? എന്തോ വലിയ സംഭവമാണ് എന്തായാലും. അന്നത്തെ മറ്റേ ആ ഒരു വോയിസൊക്കെ ലീക്കായില്ലേ, ചിലപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇടാനായിരിക്കും. എന്തരായാലും ഇനി കുടുംബത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അതിനെതിരെ എല്ലാം വിമർശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അവരെന്താണ് ആദ്യം ഇടുന്നത് എന്ന് നോക്കാം, എന്താണ് അവർ വെടി പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക, എന്നിട്ട് വന്നിട്ട് വിമർശിക്കുക. അതേ പറ്റുള്ളൂ. ഫിനാലെ ഇപ്പം നാളെ നടക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്നായി, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ ജാഫർക്ക തെറി വിളിച്ച നമ്മുടെ ഗബ്രിയും എല്ലാവരും ഒന്നായി. അപ്പോൾ അതുണ്ടോ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നാണ് ഈ പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതായാലും നന്നായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമായിരുന്നു, ഗെയിമിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ ഗബ്രി ഒരു കാര്യത്തിൽ ഗബ്രി അടിപൊളിയാണ്. പുള്ളി ഉള്ളിലുണ്ടായിരുന്ന ഗബ്രി തന്നെയാണ് പുറത്തിറങ്ങി രണ്ടാമത് കയറിയപ്പോഴും അതേ ഗബ്രി തന്നെയാണ്. ഒരു മാറ്റമില്ല. ഒരു പുള്ളീൻ്റെ നിലപാടിലോ അല്ലെങ്കിൽ പുള്ളിക്ക് നമ്മുടെ ജാസ്മിനോട് ഉണ്ടായിരുന്ന ആ ഒരു ഇതിലൊന്നും യാതൊരു മാറ്റമില്ല. അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. സാധാരണ എന്ന് പറയുക, പുറത്തിറങ്ങി കഴിയുമ്പോൾ പറയും അയ്യോ ഇതൊക്കെ എൻ്റെ ഗെയിമായിരുന്നു. കാരണം നാട്ടുകാർ തെറി പറയുമ്പോഴത്തേനും പുറത്തിറങ്ങുമ്പോൾ തെറി പറയുമല്ലോ. ഇത് കേൾക്കുമ്പോൾ പലരും ചെയ്യുന്നത് എന്താണ്? അയ്യോ അതൊക്കെ എൻ്റെ ഗെയിമായിരുന്നു, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ്. പക്ഷേ ഇതിപ്പം ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവാണെന്നറിയാം. ആ നെഗറ്റീവ് ഗബ്രിക്കും കിട്ടുന്നുണ്ടെന്നറിയാം, ഗബ്രിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ആര് ചോദിച്ചാലും, അല്ലെങ്കിൽ ഏത് മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും ഗബ്രിക്ക് സ്റ്റേണായിട്ട് കറക്റ്റായിട്ടൊരു മറുപടി ഉണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഗബ്രിക്ക് പിന്നെ ജാസ്മിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നിരുന്ന അവസാനം ഗബ്രിനോട് പ്രണയമായി പോയതാണ് എന്ന് തോന്നുന്നു. എന്തായാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തൊക്കെയോ ഇവർ വെളിപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും നാളെ ഇനിയിപ്പം ഗ്രാൻഡ് ഫിനാലെ ആയി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. ഇതേപോലെ പലരും വന്ന് പറയും, അതായത് പിന്നെ PR വർക്ക് കൊണ്ടാണ് പലരും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെ പോകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മുടെ നന്ദനെല്ലാം വന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരെയാണോ കറക്റ്റായിട്ട് തോന്നുന്നത് അയാൾക്ക് കൊടുക്കുക. കാരണം ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളെല്ലാം ഒരേപോലെയാണ് ഏകദേശം, വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് PR വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പുറത്ത് ഇതേപോലെ ബാക്കിയുള്ള ഫാൻസുകാരിങ്ങനെ പറയും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ആരെയാണോ തോന്നുന്നത് അവർക്ക് കൊടുക്കുക, അത്ര തന്നെ.